ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് അപ്പോൾ പുത്തു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഏർണിങ്സ് കുറച്ച് കൂട്ടാനുള്ള വഴികളാണ്. അതായത് നമുക്ക് മോണിറ്റൈസേഷൻ എങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതല്ല, ഓൾറെഡി മോണിറ്റൈസ് ആയിട്ടുള്ള ചാനൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിലും കുറച്ച് കൂടുതൽ വരുമാനം കിട്ടാനുള്ളൊരു വഴിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ 30 Days 30 Finance കാണുന്ന പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധാരണ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ 4 മിനിറ്റ് 5 മിനിറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഡ്സിൻ്റെ എണ്ണം കൂടുക. അതായത് ഇപ്പോൾ 8 മിനിറ്റിൽ കുറവുള്ള വീഡിയോസിൽ സാധാരണ ഒരു ആഡൊക്കെ വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസാണ് എണ്ണം, അതായത് ആഡ്സിൻ്റെ പരസ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റവന്യൂ കൂടാൻ നമുക്ക് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റവന്യൂ കൂടി കിട്ടും. പിന്നെ രണ്ടാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ വരുമാനം കിട്ടുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ മുമ്പ് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ടൈപ്പാണ്. അതായത് നിങ്ങൾക്ക് ചില കണ്ടൻറ്റുകളുണ്ട്, നല്ല രീതിയിൽ എത്ര വ്യൂസ് കിട്ടിയാൽ നമുക്ക് ഭയങ്കര കുറച്ച് പൈസ കിട്ടുള്ളൂ. പക്ഷേ ചില കണ്ടൻറ്റിൽ നമുക്ക് കുറച്ച് വ്യൂസ് ഉള്ളെങ്കിലും നല്ല രീതിയിൽ പൈസ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റ്സ് കണ്ടുപിടിച്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ അങ്ങനത്തെ കണ്ടൻസിൻ്റെ ഐഡിയാസ് കിട്ടും. അതായത് ഏത് കാറ്റഗറിയിലുള്ള കണ്ടൻസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ കൂടുതൽ വരുമാനം കിട്ടണേ എന്നുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂവിന് ചില വീഡിയോയ്ക്ക് 10 രൂപ 15 രൂപയാണ് കിട്ടുന്നത്. പിന്നെ അതേസമയം തന്നെ വേറെ കുറച്ച് വീഡിയോസിക്ക് 1000 രൂപയ്ക്ക് 1000 വ്യൂസിന് നമുക്ക് ഏകദേശം 80-100 രൂപ റവന്യൂ കിട്ടും. അപ്പോൾ അത് കണ്ടൻറ്റ് ടൈപ്പ് മാറുന്നതിനനുസരിച്ചാണ് നമ്മുടെ റവന്യൂ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. നല്ല അടിപൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ 10 രൂപ കിട്ടുന്നിടത്ത് ചിലപ്പോൾ 80, 100, 150 രൂപയൊക്കെ കിട്ടും. ചിലപ്പോൾ 200 രൂപയൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് കണ്ടൻറ്റിൻ്റെ ടൈപ്പാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇൻക്രീസ് വാച്ച് ടൈമാണ്. അതായത് വാച്ച് ടൈം നമുക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മൾ വാച്ച് ടൈം നല്ല രീതിയിൽ കൂടിയാൽ മാത്രമേ ആഡ്സിൻ്റെ എണ്ണവും കൂടുള്ളൂ. അതേപോലെ തന്നെ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്പോൾ കുറേ നേരെ ആൾക്കാർ കണ്ടാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരസ്യങ്ങൾ വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വാച്ച് ടൈം കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ വീഡിയോ യൂട്യൂബ് ഒന്ന് പുഷ് ചെയ്ത് വിടും. അതായത് കുറേ ആൾക്കാരിലേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെയും നമ്മുടെ റവന്യൂ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട സംഭവം അവോയ്ഡ് ലിമിറ്റഡ് ആഡ്സ് വീഡിയോസാണ്. അതായത് ചില ടൈപ്പ് ഓഫ് കോൺട്രവേഴ്സ്യൽ വീഡിയോസ് അങ്ങനത്തെ കുറച്ച് കണ്ടൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ ഒരു കണ്ടൻറ്റ് ടൈപ്സിൽ വീഡിയോസിൽ ചിലപ്പോൾ ആഡേ വരില്ല, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആഡായിരിക്കും വരാം. ചിലപ്പോൾ മഞ്ഞ കളറായിട്ടുള്ള ഡോളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ നോക്കിയാൽ പറ്റും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിലാകുമ്പോൾ നല്ല രീതിയിൽ വരുമാനം കുറവായിരിക്കും. അതായത് ആഡ്സ് വല്ലപ്പോഴൊക്കെ വരില്ല അങ്ങനത്തെ വീഡിയോസിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറീസ് ഏതാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറീസ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കാറ്റഗറീസിൽ ഒരിക്കലും വീഡിയോ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ കൂട്ടാൻ സഹായിക്കുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ സൂപ്പർ ചാറ്റ്, അതേപോലെ സൂപ്പർ സ്റ്റിക്കേഴ്സ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെമ്പർഷിപ്സ് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കും. അപ്പോൾ നമുക്കൊരു മന്ത്ലി ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർ സ്റ്റിക്കേഴ്സൊക്കെ നമ്മുടെ സൂപ്പർ ചാറ്റ് കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ലൈവ് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ നമുക്ക് ലൈവിൽ നമുക്ക് സൂപ്പർ ചാറ്റ് പൈസ അയച്ചു തരും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന് എടുക്കേണ്ടാവും. നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുന്നതിൻ്റെ ഒപ്പം നമുക്ക് ആ ഒരു എമൗണ്ടും കൂടി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ റവന്യൂ കൂട്ടാൻ പറ്റും. അപ്പോൾ എന്തായാലും അത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇടുക. പിന്നെ ഞങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.